നീ പറഞ്ഞു വന്ന എങ്ങനെയാ നമ്മൾ പോലീസിനെ എങ്ങനെയാ കൊല്ലുമെന്ന് നീ പറയുന്നേ? അണ്ണാ പറഞ്ഞു വന്ന എന്തെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷന്റെ ബാത്റൂം ടാങ്ക് അങ്ങ് നമ്മൾ പൊട്ടിക്കണം. എല്ലാം മണവും കൊണ്ട് കൊട്ടന്ന് ചാവും. അപ്പൊ അവര് ശരിയാക്ക ആളെ വിളിക്കൂലേ? അണ്ണാ ശരിയാക്ക ആളെ വിളിക്കുമ്പോ നമ്മള് വേഷം മാറി അങ്ങ് ചെന്നാ മതി. അവിടെ ഫുള്ള് നൈസിന് ബോംബങ്ങിടും. എടാ അപ്പൊ നമ്മൾ എപ്പോഴാ ടാങ്ക് പൊട്ടിക്കാൻ പോകുന്നേ? അണ്ണാ ഒന്ന് പതിയെ പറ, നമുക്ക് രാത്രി തന്നെ പോവാ. ആദ്യം JCB ഞാൻ സംഘടിപ്പിക്കട്ടെ. അണ്ണന് വണ്ടി ഓട്ടിക്കാനൊക്കെ അറിയാമോ? പിന്നെ അല്ല, പണ്ട് ABC നൂറ്റാണ്ട്. നിങ്ങളെ കഥയും കേട്ട് ഉറങ്ങണ പോലീസ് നിങ്ങളെ കഴുത്തിന് പിടിക്കും. മര്യാദക്ക് പോ. ഒന്ന് പെട്ടെന്ന് അടി അണ്ണാ. നീ ഡൈ അടിക്കാൻ പറഞ്ഞാലും ഞാൻ അടിക്കുമായിരുന്നു. ഈ JCBനെ ഞാൻ എങ്ങനെ അടിക്കാൻ? അണ്ണാ മതി, എന്റെ പൊന്നോ ഭയങ്കര നാറ്റം. പെട്ടെന്ന് പോ അണ്ണാ അങ്ങോട്ട്. കിളവാ പോവല്ലേടാ അങ്ങോട്ട്. എന്റെ പൊന്നോ ഷിബു സാറേ, എന്തിനു നാറ്റം എന്താ ഇത്? അതൊന്ന് ബാത്റൂം ടാങ്ക് പൊട്ടിയ. എന്തായാലും ഞാൻ ആളെ വിളിക്കാം കേട്ടല്ല. ഈ സുന്ദർ ബാബുവിനെ അറിഞ്ഞൂടാ, ഇടിച്ച് തുഫാനാക്കി കളയും. എടാ നമ്മൾ ഫുൾ ഓടയും പൊട്ടിച്ച്. ഇനി നമ്മളെ അടുത്ത പ്ലാൻ എന്തോന്നാണ്? അണ്ണ അടുത്ത പ്ലാൻ എന്തോന്ന് വെച്ചാൽ, ഞാൻ അറിഞ്ഞത് എന്തെന്ന് വെച്ചാൽ പോലീസുകാർ പണിക്കാരെ വിളിച്ച് ശരിയാക്കാൻ. നമ്മൾ അവരുടെ വേഷത്തിനങ്ങ് പോകുന്നു. എടാ എന്നാ പോലീസ് പിടിക്കൂലേ? ഏയ് നമ്മളങ്ങ് പോകും, അത്ര തന്നെ. എന്നാ വണ്ടിയുടെ നമുക്ക് പോവാം. എടാ പോലീസുകാരൊരു പണിക്കാരെ വിളിച്ചില്ലേ? അവന്മാര് നേരത്തെ എത്തിക്കാണോ? അണ്ണ എത്തിയൊന്നുമില്ല, പെട്ടെന്ന് പോ. നേരെ ബാക്ക് സൈഡ് വെച്ച് പാർക്ക് ചെയ്യ, അത്ര തന്നെ. എന്റെ പൊന്നോ ഇത് ഭയങ്കര നാറ്റമാണല്ലേ സാറേ. ഇതെന്തോന്ന് പറ്റിയ? എന്തോന്ന് പറ്റിയെന്നൊന്നും അറിഞ്ഞൂടാ. നീ ആദ്യം പണി നോക്ക്. സാറേ ബാത്റൂം ടാങ്ക് എവിടെ പൊട്ടിയിരിക്കണ? ആ സൈഡിലുണ്ട്, പോയി നോക്ക്. സാറേ ഇത് ഇച്ചിരി ഡാമേജ് ഉണ്ട് കേട്ടാ. നിങ്ങൾ എന്തായാലും ഒന്ന് പുറത്തിറങ്ങിയത് നല്ലതാണ്. എന്നാ ഓക്കെ, എല്ലാവരും പുറത്തിറങ്ങിക്കോ. വാ അണ്ണാ പെട്ടെന്ന് വാ, എല്ലാം ബോംബിടണം. പിന്നെ അല്ല, പെട്ടെന്ന് ഇടണം അങ്ങോട്ട്. ഒടുവിൽ എല്ലാത്തിലും ബോംബിട്ട് കഴിഞ്ഞു. സാറേ എല്ലാവരും കേറിക്കോ, ശരിയായിട്ടുണ്ട്. ഇച്ചിരി നേരം മണം കാണും, നാറ്റം കാണും സാറേ. അത് കുറച്ച് കഴിയുമ്പോ മാറും. അതല്ല, ഇതെന്താ പച്ച കളറ്? സാറേ ഇത് വെറുതെ മണം പോവാൻ വിട്ടിരിക്കണതാ. ഓ ഭാഗ്യം, മണ്ടന്മാർക്ക് മനസ്സിലായില്ല. നീ ഇങ്ങ് വന്നാണ് നീ. ഷെടാ പെട്ട്. എന്താ സാറേ? പണിയും കഴിഞ്ഞ് വെറുതെ പോയാ മതിയാ, പൈസ വേണ്ടേ? ഓ ഭാഗ്യം സാറേ, അത് ഗൂഗിൾ പേ ചെയ്താ മതി. പൊക്കോ, ഇനിയും വരണം. അണ്ണാ എല്ലാണ്ടും വണ്ടി കയറിക്കോ, ആ മണ്ടന്മാർക്ക് മനസ്സിലായില്ല. ഓ ഭാഗ്യം, എന്തായാലും പെട്ടെന്ന് പോട്ട്. സാറേ ഇച്ചിരി നാറ്റമൊക്കെ പോയി കേട്ടാ. അത് തന്നെ സാറേ. ഇപ്പോഴായിട്ട് നിങ്ങളുടെ ആള് വന്ന് ശരിയാക്കിട്ട് പോയതേ ഉള്ളൂ. ബാത്റൂം ടാങ്ക് അപ്പൊ ശരിയാക്കാൻ വന്നതാരാ? അണ്ണാ പെട്ടെന്ന് ഓടിക്കോ, ഇപ്പൊ ബോംബ് പൊട്ടും. 3, 2, 1, 0. എന്റെ അമ്മച്ചേ, ആരെങ്കിലും ഒന്ന് വരണേ, രക്ഷിക്കണേ. പിന്നെ അല്ല, പിന്നെ എന്തായാലും ഇന്ന് ആ ബോസിനിട്ട് അടുത്ത പണിയുണ്ട്. പണം കൊടുത്താൽ നാട് ഫുള്ളും വാങ്ങാന്ന് അവൻ്റെ ഒരു വിചാരമുണ്ട്. ഇന്നത്തോടെ അവനെ തീർത്തു കൊടുക്കും ഞാൻ. ഇതാരാ എന്നെ വിളിക്കുന്നേ? ബോസോ? ഇതെന്തിനാ എന്നെ വിളിക്കുന്നേ? ഹലോ. പണത്തിന് മേലെ പരുന്ത് പറക്കൂലടാ മോനെ. ചിരിക്ക ഇപ്പൊ കറക്കൂടാ. നീ പൈസ കൊടുത്ത് വിലക്ക് കാണിച്ച ആ പോലീസുകാരെയൊക്കെ ഞാൻ തീർത്ത എനിക്കെന്തോന്നും നഷ്ടമാടാ, നിനക്കേ നഷ്ടമുള്ളൂ. നിന്റെ അണ്ണനെ കാണണ്ടേ? അണ്ണനോ? എന്താ മോനെ അണ്ണനെ കണ്ടില്ലേ? പോട്ട്, ജുറാസിക് പാർക്കിൽ ആരോ വെടിവെച്ചെന്നോ അവിടെ മരിച്ചെന്നോ എന്തൊക്കെ പറയുന്ന കേട്ടു. അണ്ണാ ചേട്ടാ, ഇതെന്താ ഒരു സൗണ്ട് കേൾക്കുന്നേ? അണ്ണ ഇതവിടെ പോയി? അണ്ണാ മര്യാദക്ക് പോടാ ഇവിടെന്ന്. അണ്ണാ ബോസിനെ കൊല്ലണം, പ്രതികാരം വീട്ടണം. അണ്ണാ ഞാൻ അവനെ കൊല്ലു. അണ്ണ സംസാരിക്കണ്ട. ബോസിനെ കൊല്ലണം, എനിക്ക് പ്രതികാരം വീട്ടണം. എന്റെ അണ്ണനെ കൊന്നവനെ, എന്നെ ജയിലിലിട്ടവനെ ഞാൻ കൊല്ലും. ഇതാരാ? പോലീസോ? മിക്കവാറും ആ ബോസ് തന്നെ എന്നെ ട്രാപ്പാക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്ന്. എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം. ആ ബോസ് ഉള്ള സ്ഥലത്ത് എനിക്ക് ട്രാക്ക് ചെയ്ത് പോകണം. എന്തായാലും ഞാൻ സബാനെ ഒന്ന് വിളിച്ചോക്കട്ടെ. എടാ സബാനെ. എടാ ഞാൻ പറയുന്ന കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ നിനക്ക് വാട്സപ്പിൽ ഒരു നമ്പർ അയച്ചിട്ടുണ്ട്. അതെ, ആ നമ്പർ ട്രാക്ക് ചെയ്തുക. അതാണോ? ഞാൻ ഇപ്പൊ തരാടാ. എടാ ഇപ്പൊ അവന്റെ ലൊക്കേഷൻ കിടക്കണ സ്വിറ്റ്സർലാൻഡിലാ. നീ വെച്ചോ. ഷെടാ സ്വിറ്റ്സർലാൻഡോ? അവിടെയൊക്കെ എങ്ങനെയാ പോയ? എന്തായാലും എനിക്കും അവിടെ പോയി അവനെ കൊല്ലണം. ആ ബോസിന്റെ എയർപോർട്ടിൽ തന്നെ അവന്റെ പ്ലെയിനിൽ തന്നെ ഞാൻ അടിച്ചു മാറ്റി സ്വിറ്റ്സർലാൻഡിൽ പോകും. അവൻ എൻ്റെ കൈ കിട്ടിയ
ആരും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ പ്ലെയിനിൽ കയറട്ടെ. ഇതാരാ എന്നെ വിളിക്കുന്നത്? എടാ 50 ലക്ഷം രൂപയുടെ പ്ലെയിനാടാ, കൊണ്ടുപോവല്ലേ. എടാ നിർത്തടാ, താക്കോൽ അറിയാതെ പ്ലെയിനിൽ വെച്ചതാടാ. എടാ ഞാൻ ബോസിന്റെ അടുത്ത് എന്തോന്ന് പറയും, ഒന്ന് നിർത്തടാ. ഒന്ന് പോടാ അവിടെ നിന്ന്. ഓ പിടിക്കാത്തോണ്ട് ഭാഗ്യ. ഇന്നാ ബോസിനെ കൊല്ലണം. ഇവിടെയല്ലേ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്, സബാന്റെ വീട്. എന്തായാലും ഞാൻ ഈ സബാന്റെ അടുത്ത് പോട്ട്. എടാ സബാനേ, ഞാൻ വന്നടാ. അളിയാ നില്ലടാ, ദാ പറഞ്ഞ്. പാർട്ട് 4. As the chemicals they take us higher.